പശ്ചിമേഷ്യയിലെ ഏറ്റവും സുരക്ഷിത രാജ്യമെന്നായിരുന്നു ഇസ്രായേലിലെ സയനിസ്റ്റുകൾ കൊട്ടിഘോഷിച്ചിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവട്ടെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് മിസ്റ്റർ സെക്യൂരിറ്റി എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഹമാസിന്റെ പോരാളികൾ 2023 ഒക്ടോബർ 7 ഇസ്രായേലി അതിർത്തികൾ ഭേദിച്ച് സയനിസ്റ്റുകളെ ഞെട്ടിച്ചത്. ദശാബ്ദങ്ങളായി ഫലസ്തീനികളോട് തുടരുന്ന അതിക്രമത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെടാതെ ഹമാസ് നടത്തിയ ആക്രമണം ആഗോളതലത്തിൽ ഇസ്രായേലിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അന്ന് തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായെന്ന് ആരോപണം ഉയർന്നെങ്കിലും നെതന്യാഹു അതെല്ലാം നിരാകരിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഹമാസിനെ തടയുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് അംഗീകരിക്കുകയാണ് ഇസ്രായേലി സൈന്യം. ഒക്ടോബർ 7 ആക്രമണം സംബന്ധിച്ച് സൈന്യം നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് തോൽവി ഇസ്രായേൽ തുറന്ന് സമ്മതിക്കുന്നത്. ഹമാസിനെ വിലകുറച്ച് കണ്ടുവെന്നും അവരുടെ ശേഷി മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ലെന്നുമാണ് 2025 ഫെബ്രുവരി 27 പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മേഖലയിലെ ശക്തമായ സൈന്യമെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു ഇസ്രായേലിന് വിനയായത്. ഹമാസിന് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം ഒരിക്കലും കരുതിയിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. അന്നത്തെ അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ പോലും സജ്ജമായൊരു സേന ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ പഠനത്തിൽ സൈന്യം സമ്മതിക്കുന്നുണ്ട്. ഹമാസിന് ഗസയുടെ ഭരണത്തോട് മാത്രമായിരിക്കും താല്പര്യമെന്നായിരുന്നു ഇസ്രായേലിന്റെ ചിന്ത. അവരൊരിക്കലും തങ്ങളുമായി യുദ്ധത്തിന് വരില്ലെന്ന് കരുതിയിരുന്നതായും സൈന്യം പറയുന്നു. പരമാവധി 8 അതിർത്തി പോയിന്റുകളിൽ ആക്രമണം നടത്താൻ മാത്രമേ ഹമാസിന് കഴിയൂ എന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതിർത്തി കടന്ന് ഹമാസ് എത്തിയത് 60-ലധികം മാർഗങ്ങളിലൂടെയായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ 5000-ഓളം ഹമാസ് പോരാളികളാണ് പങ്കെടുത്തത്. എന്നാൽ അവരെ തടയാൻ 767 ഇസ്രായേലി സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇസ്രായേലിന്റെ ഗസ വിഭാഗം സൈന്യത്തെ മുഴുവനായി കീഴടക്കിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ അന്നത്തെ ആക്രമണം. ഗസയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം 2016 നവംബറിലാണ് അന്നത്തെ ഹമാസ് നേതാവ് യഹ്യ സിൻവാർ ഇസ്രായേൽ ആക്രമണത്തിനുള്ള പദ്ധതി ഇടുന്നത്. 2019 പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും ഗസയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് മുൻതൂക്കം നൽകിയിരുന്നതിനാൽ ആക്രമണം മറ്റൊരു സമയത്തേക്ക് ഹമാസ് നേതാക്കൾ മാറ്റിവെക്കുകയായിരുന്നു. 2022 പ്ലാനുമായി മുന്നോട്ട് പോയെങ്കിലും ഇതുവരെ വ്യക്തമാകാത്ത കാരണങ്ങളാൽ 3 തവണ ആക്രമണം വേണ്ടെന്ന് വെച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് 2023 ഒക്ടോബർ 7 തെരഞ്ഞെടുക്കുന്നത്. ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പലതവണ വിവരം ലഭിച്ചെങ്കിലും ഇസ്രായേൽ സൈന്യം അതൊന്നും ഗൗനിച്ചിരുന്നില്ല. ചെറിയ ഇടവേളയിൽ ഗസയ്ക്കുള്ളിൽ ഇസ്രായേലി സിമ്മുകൾ ആക്ടിവേറ്റ് ആയതും ഹമാസ് പരിശീലനം നടത്തുന്നുവെന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് കഴിവില്ലെന്ന ബോധ്യത്തിൽ അവർ നിരാകരിക്കുകയായിരുന്നു. നിലവിൽ നടന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണമാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഭരണകൂടത്തിന്റെ വീഴ്ച അന്വേഷിക്കണമെന്ന ആവശ്യം ഇസ്രായേലിനകത്തും പുറത്തും ഉയർന്നിരുന്നു. എന്നാൽ ഗസയിലെ ഇസ്രായേലി അതിക്രമത്തിന് ന്യായം പറഞ്ഞാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്വേഷണത്തിന് അനുമതി കൊടുക്കാതിരുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുന്നതാണ് നിലവിലെ ലക്ഷ്യമെന്നും ബാക്കിയെല്ലാം പിന്നീട് മതിയെന്ന നിലപാടായിരുന്നു നെതന്യാഹു സ്വീകരിച്ചത്. അതേസമയം ഹമാസിന്റെ ആക്രമണം മുൻകൂട്ടി അറിയാൻ സാധിക്കാതിരുന്ന വീഴ്ചയിൽ നിന്ന് ഒളിച്ചോടുകയാണ് നെതന്യാഹു എന്നാണ് പ്രധാന വിമർശനം. തന്റെ പരാജയം സമ്മതിക്കേണ്ടി വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന ഭയമാണ് അദ്ദേഹത്തിനെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു.